ഇടുക്കി ജില്ലയിലെ ഓരോ വീടുകളിലും ഇന്ന് ഗവർണറുടെ ജനദ്രോഹ പ്രവണതയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നുവരുന്നുവെന്നും ആ പ്രതിഷേധത്തിന്റെ കേന്ദ്രമായി രാജ്ഭവൻ മാർച്ച് മാറുമെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആൾരൂപമാണ് ഗവർണർ എന്നതിന്റെ തെളിവാണ്. കഴിഞ്ഞ 26-ന് LDF സമരം പ്രഖ്യാപിച്ച ശേഷം ജനുവരി 6-ന് തൊടുപുഴയിലെത്തുവാൻ ഗവർണർ അനുമതി നൽകിയതെന്നും CV വർഗീസ് പറഞ്ഞു. ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഏകാധിപത്യ സ്വഭാവത്തിന്റെ ആൾരൂപമാണ് കേരള ഗവർണർ എന്ന് തെളിയിക്കപ്പെടുന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ 26-ാം തീയതി സമരം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ ജനുവരി 6-ാം തീയതി ഡേറ്റ് കൊടുത്ത് ഇന്ന് അദ്ദേഹം ഇടുക്കിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന അങ്ങേയറ്റം ധിക്കാരപൂർവമായ സമീപനത്തിനെതിരായി തൊടുപുഴയിലും ആയിരക്കണക്കായ ആളുകൾ അണിനിരന്നുകൊണ്ട് ഗവർണറുടെ നടപടിയും പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടിയും പ്രതിഷേധപ്പെടുന്നു. ഇന്ന് ഇടുക്കി ജില്ല പൂർണ്ണമായി ഹർത്താൽ ആചരിക്കും. ഇടുക്കി ജില്ലയിലെ ഓരോ വീടുകളിലും ഇന്ന് ഗവർണറുടെ ഈ പ്രവണതയ്ക്കെതിരായുള്ള പ്രതിഷേധം ഉയർന്നു വരും. ആ പ്രതിഷേധത്തിൻ്റെ അലയടിച്ചുയരുന്ന പ്രതിഷേധത്തിൻ്റെ കേന്ദ്രമായി രാജ്ഭവൻ മാർച്ച് മാറാൻ പോവുകയാണ്. അതാണ് രാജ്ഭവൻ മാർച്ചിലേക്ക് ആരംഭിക്കുന്നത്.